നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എടാ, പാർവതിയുടെ പേരിലുള്ള സ്വത്തുക്കൾ നമുക്ക് കൈക്കലാക്കണം. അത് നമ്മുടെ പേരിലേക്ക് മാറ്റണം. അവൾക്ക് ഓഫീസിലുള്ള ചെയർപേഴ്സൺ സ്ഥാനം നമുക്ക് നഷ്ടപ്പെടുത്തണം. ഇതൊക്കെ സാധിച്ചെടുക്കാൻ വേണ്ടിയല്ലേ നിന്നോട് ഇങ്ങോട്ട് വരാൻ ഞാൻ പറഞ്ഞത്? അതെ, ഇതൊക്കെ പറഞ്ഞിട്ട് തന്നെയാ അമ്മ എന്നെ കൂടെ വിളിച്ചത്. എന്നിട്ട് നീ എന്താ ചെയ്തത്? അമ്മ പറഞ്ഞതിനനുസരിച്ച് ഞാൻ വന്നു. അതിന് നീ മാത്രമാണോ വന്നത്? അതമ്മ കണ്ടതല്ലേ, ഞാൻ റിയയും കൂടി വന്നു. എടാ, നിന്നോട് വരാൻ പറഞ്ഞാ നീ വരണം, അല്ലാതെ നിന്റെ ഗേൾഫ്രണ്ടിനെ കൊണ്ടല്ല വരേണ്ടിയിരുന്നത്. അവള് കൂടെ വന്നതിന് ഇപ്പൊ എന്താ പ്രശ്നം? പ്രശ്നമേ ഉള്ളൂ. അവളുടെ വരവ് വിശാൽ ഉൾപ്പെടെ ഇവിടെയുള്ള ആർക്കും ഇഷ്ടമായിട്ടില്ല. അതിന്റെ പേരിൽ വിശാലിന് നല്ല ദേഷ്യമുണ്ട്. ഗോപിയേട്ടനും മുറുമുറുക്കുന്നുണ്ട്. ഈ സാഹചര്യത്തില് പാർവതിക്കെതിരെയുള്ള നമ്മുടെ പ്ലാൻ എങ്ങനെ നടപ്പിലാക്കാൻ പറ്റുമിനെ? എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. നീ മാത്രം ഇങ്ങോട്ട് വന്നാ മതിയായിരുന്നു. എടാ, നീ എന്തിനാ റിയയും കൂട്ടിക്കൊണ്ട് വന്നത്? അമ്മേ, എനിക്ക് എങ്ങനെ അവളെ വിട്ടിട്ട് പോകാൻ പറ്റും? എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയ അവൾ അറിയാം. അങ്ങനെയുള്ള അവളെ എനിക്ക് അവിടെ ഉപേക്ഷിച്ച് പോരാൻ പറ്റുമോ? ഇല്ലല്ലോ. അമ്മയ്ക്ക് അവളെ അറിയില്ല. അതുകൊണ്ടാ അമ്മയ്ക്ക് ഇത്രയും ടെൻഷൻ. എന്റെ അമ്മേ, ഞാൻ വെറുതെ പറയുന്നല്ല. നമ്മളെക്കാളുവേ ജഗജാല കില്ലാടിയാ അവള്. എന്ന് വെച്ചാ നമ്മളെക്കാൾ ബുദ്ധിയും തന്ത്രവും കൂടുതലുള്ളവൾ. നമ്മള് മനസ്സിൽ കാണുന്ന നേരത്തെ അവളത് വർക്കൗട്ട് ചെയ്തിരിക്കും. അവള് നമുക്കൊരു അസറ്റ് ആണമ്മേ. നമ്മുടെ പ്ലാനിങ്ങില് അവളെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ചാൽ നന്നായിരിക്കും. അതും കൂടി മുന്നിൽ കണ്ടിട്ടാ ഞാൻ അവളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. അവൾക്കെല്ലാം അറിയാം. വളരെ കാലമായി ഞാനും ഗാർഗയെ ഒരു ബന്ധവുമില്ലെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഗാർഗയ്ക്ക് ഇനി കുട്ടികളുണ്ടാവില്ലെന്നും ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. അത് വിശ്വസിച്ചാണ് കക്ഷി എന്നോടൊപ്പം പോന്നിരിക്കുന്നത്. അവളെ കൊണ്ട് നമുക്ക് ഉപകാരമേ ഉണ്ടാവുള്ളൂ അമ്മേ. എടാ, അതൊക്കെ നിന്റെ വിശ്വാസം. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചാ മതി. നമുക്ക് പാഴാക്കാൻ സമയമില്ല. ഇവിടുത്തെ സ്വത്തുക്കൾ എങ്ങനെയും എത്രയും പെട്ടെന്ന് നമുക്ക് സ്വന്തമാക്കാൻ പറ്റണം. അതിനെന്താണ് വഴിയെന്ന് ആലോചിക്കേ. വിശാലിന്റെ കയ്യിൽ നിന്ന് സ്വത്തുക്കൾ തട്ടിയെടുക്കുന്ന അത്ര ഈസിയുള്ള കാര്യമൊന്നുമല്ല. അതെനിക്കും അറിയാം. അത് പറയാനാണോ നീ വന്നത്? മുഴുവനും പറയട്ടെ. സ്വത്തുക്കൾ അവൻ പോലും അറിയാതെ അവൻ നമുക്ക് എഴുതി തരും. അതിനൊരു ഐഡിയ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്താ ഐഡിയ? അമ്മേ, ഞാൻ കുറച്ച് പേപ്പറുകൾ അമ്മയുടെ കയ്യിൽ തരും. അമ്മ അതില് വിശാലിന്റെ ഒപ്പിട്ട് വാങ്ങിക്കണം. അങ്ങനെ അവന്റെ ഒപ്പ് അതിൽ കിട്ടിക്കഴിഞ്ഞാ ആ കടലാസുകൾ അവൻ നമുക്ക് എഴുതി തരുന്ന പവർ ഓഫ് അറ്റോണി ആക്കി മാറ്റും. എന്നിട്ട് ആ പവർ ഓഫ് അറ്റോണി വെച്ച് നമുക്ക് ആവശ്യമുള്ളതൊക്കെ നേടിയെടുക്കാം. എടാ, അത് കൂടുതലൊന്നും അമ്മ ആലോചിക്കണ്ട. അമ്മ പേപ്പറും കൊണ്ടുപോയി സൈൻ ചോദിച്ചാൽ അവൻ ഒപ്പിട്ട് തരും. അത്രയ്ക്ക് വിശ്വാസല്ലേ അവൻ അമ്മയോടുള്ളത്. ആ വിശ്വാസത്തെ മുതലെടുക്കാൻ അമ്മയ്ക്ക് സാധിക്കില്ലേ? അത് ശരിയാണ്. വിശാലിന് എന്നെ വലിയ വിശ്വാസം തന്നെയാണ്. അതുപയോഗിച്ച് എന്ത് വേണമെങ്കിലും എനിക്ക് അവനിൽ നിന്ന് നേടിയെടുക്കാനും ആവും. അപ്പോ സംഗതി ഓക്കെ അല്ലേ? വിശാൽ ഒപ്പിട്ട് തരില്ലേ? തരും. തീർച്ചയായിട്ടും ആ പേപ്പേഴ്സിൽ അവൻ ഒപ്പിട്ട് തരും. എങ്കിൽ നമ്മൾ വിജയിച്ചു. ഒരു സങ്കടവും മോൾക്ക് സമാധാനായില്ലേ? ഇനി മോള് പോയിക്കോ. പാർവതി, എനിക്ക് ഒരു പരാതിയില്ല കേട്ടോ. എന്നാ പിന്നെ മോള് ചെല്ലേ. ഗാർഗി വാ. അതില് നിങ്ങൾ ടെൻഷൻ ആവണ്ട. അതിനു വേണ്ട എല്ലാ ഏർപ്പാടുകളും ഞാൻ ഇവിടെ ചെയ്തോളാം. ഇല്ല, ഒരു താമസവും വരില്ല. എത്രയും പെട്ടെന്ന് നമുക്ക് എല്ലാം റെഡിയാക്കാവുന്നേ. എന്നാ നിങ്ങളുടെ ജോലി നടക്കട്ടെ. ആ ദേ
അവിടുത്തെ പണികള് ഒരു കാരണവശാലും നിർത്തിവെക്കരുത്. എന്താ അമ്മേ, എന്തു പറ്റി? അമ്മ ആരോടാ സംസാരിച്ചേ? ഏത് പണിയുടെ കാര്യമാ പറയുന്നേ? എടാ, നമ്മള് ലക്ഷ്മീപുരത്ത് ഗായത്രിയുടെ പേരിൽ നിർമ്മിക്കുന്ന ആശ്രമമില്ലേ, അതിന്റെ പണികളുടെ കാര്യമാ ഞാൻ പറഞ്ഞത്. അതിനെന്തു പറ്റി? എന്തിനാ പണി നിർത്തിവെക്കണ്ടെന്ന് പറഞ്ഞത്? അത് മോനെ, ആ ആശ്രമത്തിന്റെ കൺസ്ട്രക്ഷന് വേണ്ടിയുള്ള ഫണ്ട് റിലീസിംഗില് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അത് കാരണം അവിടുത്തെ ജോലികൾ തടസ്സപ്പെട്ടിരിക്കുക. എല്ലാം ഇപ്പൊ പാതി വഴിയിലായി. എന്നിട്ട്? എടാ, നീ ടെൻഷൻ ആവണ്ട. ഫണ്ട് റിലീസ് ചെയ്യാൻ വേണ്ട പേപ്പേഴ്സ് ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ദേ, നീ ഇതിലെ ഇവിടെ ഒന്ന് ഒപ്പിട്ട് തന്നാ മാത്രം മതി. പ്രശ്നങ്ങളെല്ലാം തീരും. പണം പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്ത് നമുക്ക് പണികൾ തീർക്കാം. എന്നാ അമ്മ ആ അപേക്ഷയെന്നേ ഞാൻ സൈൻ ചെയ്ത് തരാം. ശരി. അമ്മയുടെ പേരിലുള്ള ആശ്രമത്തിന്റെ പണികൾ ഒരു കാരണവശാലും തടസ്സപ്പെടാൻ പാടില്ല. അതെനിക്ക് അറിയാം മോനെ. അതുകൊണ്ടല്ലേ നിന്നോട് പോലും ചോദിക്കാതെ ഞാൻ തന്നെ ഈ പേപ്പേഴ്സ് ഒക്കെ റെഡിയാക്കിയത്. മോനെ, ദാ ഇവിടെ. ആ. നീ ഇതിലൊപ്പിട്. നീ ഇതിലൊപ്പിട്ട് കിട്ടിയതിനു ശേഷം വേണം എനിക്ക് പാർവതിയെ എന്റെ കയ്യിലിട്ട് വട്ടം ചുറ്റിക്കാൻ. ഏതായാലും നിനക്ക് എന്നോടുള്ള വിശ്വാസം നന്നായി. അതുകൊണ്ടാണല്ലോ നീ ഇത് വായിച്ചു പോലും നോക്കാതെ ഒപ്പിടാൻ പോകുന്നത്. ഒപ്പിട്. എന്റെ മോൻ വേഗം ഒപ്പിട്. ഇവിടെ എന്താ നടക്കുന്നത്? എന്തോ പന്തീടുണ്ടല്ലോ. നാശം. ഇവൾക്ക് വരാൻ കണ്ട ഒരു സമയം. പാർവതി, നീ എന്തായി കാണിച്ചത്? പാർവതി ഒന്നും ചെയ്തതല്ലോ, അറിയാതെ എന്റെ കൈതട്ടി വീണല്ലേ. അമ്മ ഒന്ന് ക്ഷമിക്ക്. എടാ, അത് അമ്മ പരിഭവിക്കണ്ട. ആശ്രമത്തിന്റെ പണികൾ മുടങ്ങാതിരിക്കാനുള്ള നടപടികൾ ഞാൻ ചെയ്തോളാം. ഫണ്ട് റിലീസ് ചെയ്താ പോരെ? അതിനുള്ള പുതിയ ഡോക്യുമെന്റ്സ് നമ്മുടെ വക്കീലിനെ വിളിച്ചു പറഞ്ഞ് ഞാൻ തയ്യാറായിക്കോളാം. അമ്മ സമാധാനമായിട്ട് ചെല്ലണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.